വെൽക്കം ഓൾ. ഇഗ്നോവിന്റെ MSc കെമിസ്ട്രി പെർസ്യൂ ചെയ്യുന്നവർക്ക് ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ എന്തുകൊണ്ട് കണ്ടന്റ് നിങ്ങൾക്ക് കോൺസെപ്റ്റ്സിലായിട്ട് കെമിസ്ട്രി പറഞ്ഞു തരാവുന്ന ആസ് ആൻ MSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് എന്ന നിലയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാ സിലബസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു നോട്ടും കൂടി ഉണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, തുടങ്ങാം. ഇത് ചാപ്റ്ററിന്റെ പേര് എന്ന് പറഞ്ഞാൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്. ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻ ഗ്രൂപ്പ് എലമെന്റിനെയും ട്രാൻസിഷൻ എലമെന്റിനെയും എന്താണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ് എന്ന് അറിയാം, എന്തൊക്കെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിയാം. മെയിൻ ഗ്രൂപ്പ് എലമെന്റുകൾ ഏതൊക്കെ ഗ്രൂപ്പുകളായിരിക്കും ഓൾറെഡി അറിയാലോ, 1, 2, 2. പിന്നെ അതുപോലെ തന്നെ 3 to 12 ഗ്രൂപ്പുകളാണ് ആരെന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ്. പിന്നെ 13 to 17 ഗ്രൂപ്പ് വരെ പിന്നെ അങ്ങോട്ട് പോകും, മെയിൻ ഗ്രൂപ്പ് എലമെന്റിലോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങളുടെ ചാപ്റ്ററിൽ കാണിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഏത് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ സ്ട്രക്ചർ നോക്കണം. എന്തൊക്കെയുള്ളത് ഈ ചാപ്റ്ററിൽ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ആണ്. ആസ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്തൊക്കെയായിരിക്കും പഠിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞു വെക്കേണ്ടതെന്നൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, എക്സാമിന് ചോദിക്കുന്നില്ല ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്താണ് പീരിയോഡിക് ട്രെൻഡ്സ് ഓഫ് ദി മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസിഷൻ. പീരിയോഡിക് ടേബിളിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ട്രാൻസിഷൻ എലമെന്റിൽ വരുന്ന എന്തൊക്കെയാണ് പ്രത്യേകത. പീരിയോഡിക് ആയിട്ടുള്ള ടേബിൾ എടുക്കുമ്പോൾ പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെന്റിന്റെ പ്രത്യേകത, ട്രാൻസിഷൻ എലമെന്റിന്റെ പ്രത്യേകതകളാണ് ഈ പീരിയോഡിക് ട്രെൻഡ്സ് ഓഫ് ദി മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള കോൺഫിഗറേഷനെ കുറിച്ച് പറയും. പീരിയോഡിക് ടേബിളിലോട്ട് വരുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് മെയിൻ ഗ്രൂപ്പിന്റെയും ട്രാൻസിഷൻ എലമെന്റിന്റെയും കാണിക്കും. അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസിലെ അറ്റോമിക് റേഡിയയിൽ വരുന്ന മാറ്റങ്ങൾ, അറ്റോമിക് വോളിയം ആൻഡ് ഡെൻസിറ്റി, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, അയണൈസേഷൻ എനർജി. രണ്ടാമത്തെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതൊക്കെ എന്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് പീരിയോഡിക് ട്രെൻഡ്സ് ഓഫ് ദി മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്. ഒരു വൈഡ് ഏരിയ തന്നെയാണ്, പക്ഷെ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്റ്റെബിലിറ്റി ഓഫ് ദി വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോർ ദി മാംഗനീസ്, അയേൺ ആൻഡ് കോപ്പർ. കോപ്പറിന്റെയും മാംഗനീസിന്റെയും അയോണിന്റെയും ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കാണലാണ് ഇതിൽ പറയുന്നത്. ലാറ്റിമർ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പിന്നെ സമ്മറി, അതിനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, ഫെർദർ ആയിട്ടുള്ള റീഡിംഗ് ആയിട്ട് റെഫറൻസുകളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പോവുക. സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോണിക് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ്. പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെന്റ് രണ്ടാമത്തെ ഹെഡിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ അതിന്റെ തന്നെ സബ് പോയിന്റ് ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിന് മുന്നേ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ദ അറ്റോമിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ഡിപ്പെൻഡ് ഓൺ ദെയർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ആറ്റം എടുക്കണം, ഒരു എലമെന്റ് എടുക്കണമെങ്കിൽ, ഇപ്പൊ സോഡിയം എടുക്കണമെങ്കിലും പൊട്ടാസ്യം എടുക്കണമെങ്കിലും ലിഥിയം എടുക്കണമെങ്കിലും റൂബിഡിയം, സീഷ്യം, ഏതൊരു പീരിയോഡിക് ടേബിളിൽ ഏതൊരു എലമെന്റ് എടുക്കണമെങ്കിലും അതിന്റെ അറ്റോമിക് പ്രോപ്പർട്ടീസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് അതിന് ചുറ്റുള്ള ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യും. അറ്റോമിക് പ്രോപ്പർട്ടീസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും? അതിന്റെ തന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും. നമ്മൾ ഗ്രൂപ്പ് 1 മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. എല്ലാത്തിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കേണ്ട ആവശ്യമില്ല, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ ഷോർട്ട് ആയിട്ട് പറയാൻ പറ്റും. ലിസക്ക്, റോബോട്ട്, ക്രഷ്, ക്ലോസ് ഫ്രണ്ട്. ലിസക്ക്, റോബോട്ട്, ക്ലോസ് ഫ്രണ്ട്. ലിസ എന്ന് പറഞ്ഞാൽ ലിഥിയം, സ എന്ന് പറഞ്ഞാൽ സോഡിയം, ലിസക്ക് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം, റോബോട്ട്, റുബീഡിയം, ക്ലോസ് ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രണ്ട് എന്ന് പറയുന്നത് ഫ്രാൻഷിയാണ്, അത് നിങ്ങളുടെ സിലബസ് ഇല്ല. ക്ലോസ് എന്ന് പറയുന്നത് സീഷ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഇതിനെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ അറ്റോമിക് നമ്പർ അറിയാലോ, 3, 11, 19, 37, 75, 55. അതിന്റെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തൊക്കെയാണെന്ന് 1s2, 2s2, 2p6 അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാവും. ഇനി അറ്റോമിക് വെയിറ്റ്. നമുക്ക് പീരിയോഡിക് ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിന് എങ്ങോട്ടാണ് ഇത് ഗ്രൂപ്പിന്റെ കേസാണ്. അപ്പൊ മുകളിൽ നിന്നും താഴോട്ടാണ് ഇത് വരുന്നത്. ഇപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഈ അറ്റോമിക് വെയിറ്റ് കൂടാണോ കുറയാണോ? കോവാലന്റ് റേഡിയസ് കൂടാണോ കുറയാണോ?
അത് അയോണിക് റേഡിയസ് കൂടാണ് കുറയാണ്, ബോയിലിംഗ് പോയിന്റ് കൂടാണ് കുറയാണ്, മെൽറ്റിംഗ് പോയിന്റ് കൂടാണ് കുറയാണ്, ഡെൻസിറ്റി കൂടാണ് കുറയാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിഞ്ഞു വെക്കേണ്ടത്. അപ്പൊ അറ്റോമിക് വെയിറ്റ് എന്താണ് ചെയ്യുന്നത്? ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിലോട്ട് പോകുമ്പോൾ കൂടാണ് ചെയ്യുന്നത്. പക്ഷെ സോഡിയത്തിൽ എന്ത് വരുന്നുണ്ട്? കുറവ് വരുന്നുണ്ട്. അതിൽ ബാക്കി എല്ലാത്തിനും എന്താണ് ചെയ്യുന്നത്? കൂടി വരാണ് ചെയ്യുന്നത്. അപ്പൊ എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസുകൾ മനസ്സിലാക്കുക. ലിഥിയം സോഡിയം വെച്ച് നോക്കുമ്പോൾ ലിഥിയത്തിനാണ് അറ്റോമിക് വെയിറ്റ് കൂടുതൽ, സോഡിയത്തിന് കുറവാണ്. പക്ഷെ ബാക്കി എല്ലാത്തിനും പിന്നീട് എന്താണ്? നേരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കോവാലൻ റേഡിയസ് എന്താണ് ചെയ്യുന്നത്? ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിലോട്ട് സീഷ്യത്തിലോട്ട് വരുന്നതോറും എന്തുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്? കോവാലൻ റേഡിയസ് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അയോണിക് റേഡിയസ് കൂടാണെന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, കുറയാണ്. മെൽറ്റിംഗ് പോയിന്റ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നവർ കുറയാണ് ചെയ്യുന്നത്. ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി പോളിംഗ് സ്കെയിലുണ്ട്, A/R, A/R റേഷ്യോയിലുണ്ട്. അതിൽ രണ്ടിൽ നോക്കുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്? അയോണൈസേഷൻ എനർജി എന്താണെന്ന് അറിയാലോ? അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാനുള്ള അവരുടെ എനർജിനെ, അല്ലെ അവരുടെ ആ ഒരു എനർജിനെയാണ് എന്ന് പറയുന്നത് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അത് സൈസ് കുറഞ്ഞതിന് അതിന് വിട്ടുകൊടുക്കാൻ മോർ എനർജി, നല്ല എനർജി വേണ്ടി. അപ്പൊ ലിഥിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ സൈസ് കുറവ് എന്ന് പറയാം. അപ്പൊ അതിന് നല്ല എനർജി വേണ്ടി വരും ഒരു ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ. അപ്പൊ എന്താണ്? സീഷ്യത്തിലോട്ട് വരുന്നതോറും അതിന്റെ അയോണൈസേഷൻ എനർജി എന്താണ്? കുറയാണ് ചെയ്യുന്നത്. ബിക്കോസ് അതിന്റെ അയോണിക് റേഡിയസും കോവാലൻ റേഡിയസും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് നോക്കുമ്പോൾ alkali earth metal are quite soft metal but are harder than the corresponding group 1 metal. This is because of their 2 valence electron which participate in metallic bonding. ആൽക്കലി എർത്ത് മെറ്റൽസ് നോക്കുമ്പോൾ നമ്മൾ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മെറ്റൽ ആണ്. എന്തുകൊണ്ടാണ്? അത് കുറച്ചുകൂടി എന്താണ്? ക്വൈറ്റ് സോഫ്റ്റ് മെറ്റൽ ആണ്. അത് ശരിക്കും ഒരു സോഫ്റ്റ് മെറ്റൽ ആണ്. പക്ഷെ നമ്മൾ ആൽക്കലി മെറ്റൽസ് ഗ്രൂപ്പ് 1 മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി ഹാർഡാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 2 വാലൻസ് ഇലക്ട്രോൺ അത് എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? മെറ്റാലിക് ബോണ്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ആദ്യം ആൽക്കലി മെറ്റൽസ് എന്തൊക്കെയാന്ന്, ആൽക്കലി എർത്ത് മെറ്റൽസ് എന്തൊക്കെയാന്ന് അറിയണം. ആൽക്കലി മെറ്റൽസ് ഡിസ്കസ് ചെയ്തു, ആൽക്കലി എർത്ത് മെറ്റൽസ് എന്തൊക്കെയാന്ന് അറിയണം. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് നമുക്ക് ആ പോയിന്റ് ഡിസ്കസ് ചെയ്യാം. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ദി ഗ്രൂപ്പ് 2 മെറ്റൽസിന്? ഏതൊക്കെയാണ് എന്താ പറയാ ഈ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് 2 മെറ്റൽസുകൾ ഏതൊക്കെയാണ്? ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അതായത് നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഷോർട്ടാക്കി പഠിച്ചാൽ ഭീമ കാലിക്കറ്റ് ഷോറൂമിൽ ഭയങ്കര റഷാണ്. ഭീമ കാലിക്കറ്റ് ഷോറൂമിൽ ഭയങ്കര റഷാണ്. ബി എന്ന് പറഞ്ഞാൽ ബെർലിയം, മാ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം, കാലിക്കറ്റ് ആണ് കാൽഷ്യം, ഷോറൂം ആണ് സ്ട്രോൺഷ്യം, ഭയങ്കര ബേരിയം, റഷ്യ റേഡിയം. അപ്പൊ ഇതിനെ ഷോർട്ട് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. അറ്റോമിക് നമ്പർ നോക്കുമ്പോൾ 4, 12, 20, 38, 86.88 അങ്ങനെ അറ്റോമിക് നമ്പർ കൂടും. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയ തെറ്റുണ്ട്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ അല്ലടാ വരിക, ഇതിൽ 1s2 2s2 അല്ലേ വരിക. എല്ലാത്തിനും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്താ വരിക? 2 ഇലക്ട്രോണുകളായിരിക്കും വരിക. ഇതിന്റെ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അറ്റോമിക് വെയിറ്റ് എന്തുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്? മുകളിൽ നിന്ന് ബെർലിയത്തിൽ നിന്ന് റേഡിയസിലോട്ട് വരുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അയോണിക് റേഡിയസും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കോവാലൻ റേഡിയസും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബോയിലിംഗ് പോയിന്റ് എന്താ ചെയ്തത്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എൻതാൽപ്പി ഓഫ് ദി ഹൈഡ്രേഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് ദി ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്? വാട്ടർ മോളിക്യൂൾ ലിബറേറ്റ് ചെയ്യാനുള്ള എനർജിയാണ് എൻതാൽപ്പി ഓഫ് ദി ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്? ലിബറേറ്റ് ചെയ്യാനുള്ള ഒരു എനർജിയാണ്, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള എനർജിയാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ മോളിക്യൂളുമായിട്ട് കൂടി ചേരുമ്പോൾ ബെർലിയം H2O ആയിട്ട് കൂടി ചേരുമ്പോൾ ലിബറേറ്റ് ചെയ്യാനുള്ള കൂടി ചേരുമ്പോൾ ബെർലിയം H2O ആയിട്ട് കൂടി ചേരുമ്പോൾ BOH² ഉണ്ടാവാൻ എടുക്കുന്ന എനർജി. അപ്പൊ അവരുണ്ടാകുമ്പോൾ എനർജി എത്രത്തോളം എനർജി അവർക്ക് വേണം എന്നുള്ളതിനാണ് എത്രത്തോളം എനർജി അവർക്ക് വേണം. അപ്പൊ അവർ വാങ്ങാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ വരുന്നത്? നെഗറ്റീവ് ആണ് വരുന്നത്. നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അത് സ്വീകരിക്കുന്ന റിസീവ് ചെയ്യുന്ന അത്രയും എനർജി അവർക്ക് ആവശ്യമാണ്. അതിനാണ് നെഗറ്റീവ് ആയിട്ടുള്ള സൈന് ഇവിടെ കാണിക്കുന്നത്. എൻതാൽപ്പി ഓഫ് ദി ഹൈഡ്രേഷൻ എന്താണ്? ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അയണൈസേഷൻ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അയണൈസേഷൻ എനർജി മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്കും കൂടുതൽ ഉണ്ടാവുക, കാരണം അവരുടെ സൈസ് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും വേണ്ടി വരും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതാക്കാനുള്ളത്. അപ്പൊ ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? എല്ലാത്തിന്റെ ഒരു ഇലക്ട്രോൺ, ഒരു വാലൻസ് ഇലക്ട്രോൺ നമുക്ക് കാണാൻ പറ്റുന്നത്.
പക്ഷെ ആൽക്കലി എർത്ത് മെറ്റൽസിന്റെ കേസിലോ 2 ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൽക്കലി എർത്ത് മെറ്റൽസിന് പറഞ്ഞാല് ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ഹാർഡർ ആയി തോന്നുന്നത്. അതുകൊണ്ട് ആ 2 വാലൻസ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് അവർ മെറ്റാലിക് ബോണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നത്, മെറ്റാലിക് ബോണ്ടിങ്ങിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി നെക്സ്റ്റ് ട്രാൻസ് എലമെന്റ്സിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പീരിയോഡിക് ട്രാൻസ് ഇൻ ദ ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അതിന്റെ അറ്റോമിക് റേഡിയസ്, കോവാലന്റ് റേഡിയസ്, ഇതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലായി. നെക്സ്റ്റ് എന്താണ് ട്രാൻസ് എലമെന്റ്സ്? ട്രാൻസ് എലമെന്റ്സ് ഹാവ് ദ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ട്രാൻസ് ബിറ്റ്വീൻ ദ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ്, ബ്ലോക്സ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ട്രാൻസ് എലമെന്റ്സ് എന്ന് പറയുന്നത്? ട്രാൻസ് എലമെന്റ്സ് പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ തന്നെ 3 to 12 വരെയുള്ള ആളുകളെയാണ് നമ്മൾ ആരെന്ന് പറയുന്നത്, ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന് പറയുന്നത്. അവർ ആർക്കിടയിലാണ് കിടക്കുന്നത്? എസിന്റെയും പിന്റെയും ഇടയിലാണ് കിടക്കുന്നത്. എസിന്റെയും പിന്റെയും ഇടയിലാണ് കിടക്കുന്നത് അല്ലെ? എസിന്റെയും പിന്റെ ഇടയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടീസും അവർക്ക് ഇടയിലുള്ള സംഭവങ്ങളായിരിക്കും കാണിക്കുക. എസും പി ബ്ലോക്കും കാണിക്കുന്നതിന്റെ ഇടയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ഈ ട്രാൻസ് എലിമെന്റ്സ് കാണിക്കുന്നത്. ഇൻ ദി എസ് ആൻഡ് പി ബ്ലോക്ക് ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ ഔട്ടർ ഷെൽ ഓഫ് ദി ആറ്റംസ് എന്ന് പറഞ്ഞാൽ എസിലും പി ബ്ലോക്കിലും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും ഷെല്ല് ആഡ് ചെയ്യുന്നത്? ഔട്ടർ ഷെൽ ഓഫ് ദി ആറ്റംസിലോട്ടായിരിക്കും ആഡ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് എപ്പോഴും അത് നമ്മളിപ്പോ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇലക്ട്രോൺസ് എപ്പോഴും എന്തായിരിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളത്? ഏതൊരു ആറ്റം എടുക്കുന്ന ഔട്ടർ ഷെല്ലിലോട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. The IUPAC definition of the transition elements is an element that has an incomplete d shell subshell in either neutral atom or in ions എന്ന് പറയുന്നു. IUPAC പ്രകാരം ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ദി പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി പ്രകാരം ട്രാൻസിഷൻ എലമെന്റ്സിന് അവരൊരു ഡെഫിനിഷൻ നൽകി. അതായത് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഡി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഡി സബ്ഷെൽ ഇൻകംപ്ലീറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഡിയിൽ എത്ര ഇലക്ട്രോൺ വരും? എത്ര ഇലക്ട്രോൺ? 5 to 10 ആണ് അതിന്റെ മാക്സിമം എന്ന് പറയുന്നത്. റൈറ്റ്. ഡിയിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ ഇതാണ്. അപ്പൊ അതൊരിക്കലും 10 ഇലക്ട്രോൺസ് ഒരിക്കലും ഫില്ല് ചെയ്യില്ല. ഒരു ട്രാൻസ് എലമെന്റ്സ് ആണെങ്കിൽ അതൊരിക്കലും 10, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരിക്കലും 10 ഇലക്ട്രോണുകൾ വരില്ല. ഒന്നെങ്കിൽ അത് എന്തായിരിക്കും? ഇൻകംപ്ലീറ്റ് സബ്ഷെൽ ആയിരിക്കും. അത് 9, 8 അങ്ങനത്തെ രീതിയിലായിരിക്കും ആദ്യം ട്രാൻസ് എലമെന്റ്സ് ആണെങ്കിൽ. അത് ന്യൂട്രൽ ആറ്റം എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ അയോൺസ് എടുത്തു കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ Fe2+ എടുത്തു കഴിഞ്ഞാലും, F എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡി ബ്ലോക്കിൽ എന്ന് പറഞ്ഞാൽ ഡി സബ്ഷെല്ലിൽ ഒരിക്കലും 10 ഇലക്ട്രോൺസ് വരില്ല എന്നുള്ളതാണ് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകത. The D block of the periodic table contains the elements of the group 3 to 12 in which the d orbital are progressively filled in each of the 4 long period. D block of the periodic table contains the elements of the, അതായത് D block of the ഒരു periodic tableലെ എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ 3 to 12 എലമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി ബ്ലോക്കുകളുടെ പീരീഡ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂസിങ് ദ IUPAC ഡെഫിനിഷൻ, നമ്മൾ IUPAC ആയിട്ടുള്ള ഡെഫിനിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് IUPAC ആയിട്ടുള്ള IUPAC ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഒരു IUPAC ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലാക്കി വെക്കുക. The elements of the group 12 would not be called transition elements as they do not incompletely filled shell even in any of their compounds. ഒരു എലമെന്റ് ഒരിക്കലും ട്രാൻസിഷൻ എലമെന്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോ അത് ഇൻകംപ്ലീറ്റ്ലി ഷെൽഡ് ആയില്ല, ഫിൽഡ് ആയിട്ടുള്ള ഡി എലമെന്റ്സ് ഡി സബ്ഷെല്ല് ഇല്ലെങ്കിൽ, അതിപ്പോ D10 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇത് ട്രാൻസിഷൻ എലമെന്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എപ്പോഴാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് ആണെന്ന് പറയാം? D9 D8 ഒക്കെ വരുമ്പോഴേ നമുക്ക് അതിനെ ട്രാൻസിഷൻ എലമെന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് IUPAC ഡെഫിനിഷൻ ട്രാൻസിഷൻ എലമെന്റ്സിന് നൽകിയത്. എന്താണ് IUPAC ഡെഫിനിഷൻ നൽകിയത് എന്ന് മനസ്സിലാക്കി വെക്കുക. The elements of the group 12 would not be called transition elements as they do not have incompletely filled shells even in any of their compounds. അതിന്റെ ഏതൊരു കോമ്പൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ, അതിന്റെ ന്യൂട്രലോ അതിന്റെ അയോൺസോ എടുക്കുകയാണെങ്കിൽ തന്നെ അതെന്തായിരിക്കും? അത് എപ്പോഴും അതിന്റെ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻകംപ്ലീറ്റ്ലി ഷെൽഡ് ആയിരിക്കും, ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ അതിനെന്താന്ന് പറയാൻ പറ്റില്ല? അത് നമ്മള് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാൻ പറ്റില്ല. Thus, 2 of group 12 elements, zinc and cadmium, are member of the D block. നമ്മൾ പീരിയോഡിക് ടേബിളിൽ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സിങ്കും കാഡ്മിയം എന്ന് പറയുന്നത് ആരാണ്? സിങ്ക് എന്ന് പറയുന്ന ആളും കാഡ്മിയം എന്ന് പറയുന്ന ആള് ആരാണ്? ഈ പറഞ്ഞ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പക്ഷെ അവരെന്തല്ല ട്രാൻസിഷൻ എലമെന്റ് അല്ല. എന്തുകൊണ്ടാണ്? അവര് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെല്ല് കാണിക്കുന്നില്ല. നമ്മൾ സിങ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ സിങ്കിന്റെ ലാസ്റ്റ് ഷെല്ലിൽ വരുന്നതെന്ന് പറഞ്ഞാല് D10 ഫോറസ്റ്റ് ആണ്,
3D10 ഫോറസ്റ്റും ആണ്. അത് ഇതിന്റെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 3D10 ഫോറസ്റ്റും ആണ് ഇതിന്റെ സിങ്കിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. അപ്പൊ ഡി ഇലക്ട്രോണിൽ എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റിൽ വന്നു. അപ്പൊ നമുക്ക് സിങ്ക് എന്തല്ല എന്ന് പറയാൻ പറ്റില്ല. സിങ്ക് ഒരു ട്രാൻസി എലമെന്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും IUPAC ഡെഫിനിഷൻ പ്രകാരം പറയാൻ പറ്റില്ല. ദ സിറ്റുവേഷൻ ഫോർ ദ തേർഡ് ഗ്രൂപ്പ് 12 മെർക്കുറി ഈസ് ഡിഫറെന്റ്. പക്ഷെ ഗ്രൂപ്പ് 12ൽ നമ്മൾ മെർക്കുറി ഇടുക. സിങ്കിന്റെ കാഡ്മിയത്തിന്റെ കേസ് ഇതാണ്. അതൊരിക്കലും ട്രാൻസി എലമെന്റ് അല്ല. പക്ഷെ മെർക്കുറിന്റെ കേസ് എടുക്കുമ്പോൾ അതിലൊരു എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്. മെർക്കുറി എടുക്കുകയാണെങ്കിൽ വെരി റീസെന്റ് ഇപ്പൊ അടുത്ത ഒരു റിപ്പോർട്ട് വന്നു, മെർക്കുറി ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതായത് മെർക്കുറി 4 സ്റ്റേറ്റിൽ, അതായത് HgF4 ആയിട്ട് മാറുമ്പോൾ അതിന്റെ D8 കോൺഫിഗറേഷനാണ് വരുന്നത്. അപ്പൊ മെർക്കുറിക്ക് വരുന്ന കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ D8 ആണ്. D10 ഉള്ളത് D8 ആയിട്ടാണ് വരുന്നത്. മെർക്കുറി HgF4 എടുക്കുമ്പോൾ അതിന്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ലാസ്റ്റ് വരുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ D8 വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മെർക്കുറിനെ നമുക്ക് ട്രാൻസിഷൻ മെറ്റൽ ആയിട്ട് ക്വാളിഫൈ ചെയ്യാം. പക്ഷെ മെർക്കുറി ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഹൈലി സ്റ്റാബിൾ ഒന്നല്ല. ഇത് ഭയങ്കര റെയർലി കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കണ്ടുപിടിച്ച കാരണം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. Using the IUPAC definition, there are 4 series of the transition elements as discussed below. അതായത് IUPAC definition പ്രകാരം 4 series of the transition elements ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. The first series of the transition elements is scandium to zinc. സ്കാൻഡിയത്തിൽ നിന്ന് സിങ്കിലോട്ട് വരുന്നത് വരെയാണ് ഫസ്റ്റ് സീരീസ് ഓഫ് ദി എന്താ പറയാ ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസിഷൻ എലമെന്റ്സ്. അത് എന്താ 21 മുതൽ സിങ്ക് വരെ എന്നുള്ളതാണ്. ഇതിന്റെ 3D ഓർബിറ്റലായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ പഠിക്കാൻ എളുപ്പത്തിന് എന്താണ് ഇത് D1 ആയിരിക്കും എപ്പോഴും മനസ്സിലാക്കി വെക്കാം. D1 ഇതിന്റെ ഔട്ടർ 3D1 4s2 ആയിരിക്കും. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. പിന്നെ 3D2 3D4 3D5 3D6 3D7 3D8 ഇങ്ങനെ. ഇത് എളുപ്പത്തിൽ ഇത് 3D4 ആട്ടത് 3D4 3D5 3D6 3D7 3D8 3D9 3D10. ഇത് 3D5 ആന്ന് പറയാനുള്ള കാരണം, 3D4 ഉള്ളത് 5 ആന്ന് പറയാനുള്ള കാരണം എന്താണ്? ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ പറയാ 3D4 എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കി മാറ്റാം. അത് അങ്ങനെ ഒരു റൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കേസിലും അങ്ങനെ തന്നെ 3D9 ഉള്ളത് 3D9 നമ്മൾ 10 ആക്കി മാറ്റാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സമയം സ്കൂട്ടി വിക്രമൻ പെക്കോ നിക്കോ സിങ്ക്. സ്കൂട്ടി വിക്രമൻ ഇതിന്റെ ഒരു റോ പഠിക്കാൻ, ഇതിന്റെ ഒരു കറക്റ്റ് ഓർഡർ പഠിക്കാൻ സ്കൂട്ടി വിക്രമൻ പെക്കോ നിക്കോ സിങ്ക്. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. ഇതാണ് ഇതിന്റെ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇതിന്റെ ഫ്രീ ആറ്റംസിന്റെ ഇത് പഠിച്ചു വെക്കുക. D1 4s2 D2 D3 D4 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്താൽ മതി. D1 D2 D3 D4 D5 D6 D7 D8 D9 D10. അതുവരെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. സ്കൂട്ടി വിക്രമൻ പെക്കോ നിക്കോ സിങ്ക് അങ്ങനെ ഒരു ഇതിലോട്ട് എന്താ പറയാ എളുപ്പമായി പഠിച്ചു വെക്കാം. ഇത് സെക്കൻഡ് സീരീസ് ഓഫ് ദി ട്രാൻസി എലമെന്റ്സ് എന്ന് പറഞ്ഞാല് ഇറ്റോർബിയത്തിൽ നിന്ന് കാഡ്മിയം വരെയുള്ളതാണ്. 4D ഓർബിറ്റലായിരിക്കും. 41 42 43 44 45 46 47 അതേപോലെ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കാം. ഇതിനൊരു എന്താ പറയാ ഒരു എന്താ പറയാ ഇതിനുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് ഞാൻ മറന്നുപോയി. അറിയാവുന്നവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ തേർഡ് സീരീസ് ഓഫ് ദി ട്രാൻസി എലമെന്റ്സ് ഉണ്ട്. ലാന്തിനിയം, ഹാഫ്നിയം, ടെൻഡാലം, ടങ്സ്റ്റണ്, റീനം, ഓസ്മിയം, ഇറിഡിയം, പ്ലാറ്റിനം, ഗോൾഡ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോട പട്ടി എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ എളുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായി. ഫിറോസ് നമ്മൾ വേറെ രീതിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ലൈലയും ഹനീഫയും തായ്ലാന്റിൽ വെച്ച് റിസോർട്ടിലോട്ട് പോയി അയർലൻഡിൽ അങ്ങനെ എന്തോ ഒരു കോഡൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോഡ് അനുസരിച്ച് നിങ്ങൾ ഇതിന്റെ സീരീസ് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ഇതിങ്ങനെ സാധാ പോലെ പഠിച്ചു വെച്ചാൽ D1 D2 D3 D4 5 6 അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അത്ര പണി ഉണ്ടാവില്ല. ഇതിന്റെ കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പീരിയോഡിക് ടേബിളിലെ ട്രാൻസിഷൻ സീരീസ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു സംഭവമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്.
ഇതിന്റെ ഞാൻ പറഞ്ഞുതരാം. ലൈലയും ഹനീഫയും തമ്മിലുള്ള വെഡിങ് കഴിഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ഓട്ടോയിൽ ഹജ്ജിന് പോയി. ലൈല ഹനീഫ തമ്മിലുള്ള വെഡിങ് കഴിഞ്ഞ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ RE, ഓഫീസിൽ പറഞ്ഞാൽ ഓസ്മിയം, ഇറങ്ങിയാണ് ഇറിഡിയം, പെട്ടെന്ന് പറഞ്ഞാല് PT, ഓട്ടോയിലാണ് O, പിന്നെ ഹജ്ജിന് പോയി. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എളുപ്പത്തിൽ പഠിച്ചു വെക്കാനുള്ള ഒരു വഴി മാത്രമാണ്. വേറൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണ് യാത്രക്കാരുടെ ശ്രദ്ധക്ക് സെക്കൻഡ് ആയിട്ടുള്ള സീരീസ് നോക്കുകയാണെങ്കിൽ, യാത്രക്കാരുടെ ശ്രദ്ധക്ക് നിലമ്പൂരിൽ നിന്നും മൊഹാലിയിലേക്ക് ടാക്സി റൂട്ട് മാറി റോട്ടിൽ പിടിച്ച് അർജന്റ് ഉള്ളവർ കാർഡുമായി വരിക. യാത്രക്കാരുടെ ശ്രദ്ധക്ക് നിലമ്പൂരിൽ നിന്നും മൊഹാലിയിലേക്ക് ടാക്സി റൂട്ട് മാറി റോട്ടിൽ പിടിച്ച് കാർഡുള്ളവർ എന്ത് ചെയ്യുക, അർജന്റ് ഉള്ളവർ കാർഡുമായി വരിക. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പഠിച്ചു വെക്കുക. ഇതിന്റെ ഒരു സീരീസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.